സുഗന്ധം ഇതെവിടെ നിന്നാണ് വരുന്നത്? കണ്ണ, ഇവിടെ സുഗന്ധം വരാനുള്ള പുഷ്പങ്ങളും വൃക്ഷങ്ങളും കാണുന്നില്ലല്ലോ. ആ, കൂണുള്ള ഒരു സ്ത്രീ അവിടെ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഈ സുഗന്ധം അവരിൽ നിന്നാകാൻ യാതൊരു സാധ്യതയുമില്ല. വരട്ടെ, നോക്കാം. മുൻവിധി പാടില്ല ജ്യേഷ്ഠ. ശരി കണ്ണ, നോക്കാം. സുന്ദരി, സുന്ദരി, എന്താ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് കുമാരന്മാരെ? സുന്ദരി, സുന്ദരി, പരിഹസിച്ചതല്ല സുന്ദരി. എനിക്ക് നീ സുന്ദരിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ആരാണ് നീ? എന്റെ പേര് ത്രിവക്ര. ആദ്യമായാണ് ഒരാൾ എന്നെ നോക്കി ഇത്ര മൃദുലമായി സംസാരിക്കുന്നത്. ഈ സുഗന്ധദ്രവ്യങ്ങളുമായി എവിടേക്കാണ് നീ പോകുന്നത്? ഞാൻ കംസരാജാവിന്റെ പരിചാരികയാണ്. അദ്ദേഹത്തിനായി കൊണ്ടുപോകുന്ന സുഗന്ധദ്രവ്യങ്ങളാണിത്. നോക്കട്ടെ, നോക്കട്ടെ. തരൂ, തരൂ. അയ്യോ, വേണ്ട വേണ്ട. കംസരാജാവ് പറഞ്ഞാൽ ശിരച്ഛേദം നടത്തും. അയ്യോ, ഇതെന്ത് പറയുവാൻ? ഞാൻ എങ്ങനെ? ഭഗവാനേ, മഹാപ്രഭു, അങ്ങ് ആരാണ്? എന്നോട് ഇത്രയും കരുണ കാണിച്ചത് എന്തിനാണ്? അല്ലയോ ദേവി, രാമാവതാര സമയത്ത് എന്നെ ഭർത്താവായി ലഭിക്കാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് രാവണന്റെ സഹോദരി ശൂർപ്പണഖയാണ് നീ. ഏറെ വൈകാതെ നാം നിന്റെ ആഗ്രഹം സാധിപ്പിച്ചിരിക്കും. വിശ്വസിക്കാനാവുന്നില്ല ഭഗവാനെ. ഇതിനടുത്ത് തന്നെയാണ് അടിയന്റെ ഭവനം. അങ്ങ് എഴുന്നള്ളിയാലും അങ്ങയെ സേവിക്കാനുള്ള ഈ അവസരം കിട്ടിയതിൽ ഞാൻ അത്യന്തം സന്തോഷവതിയാണ്. വന്നാലും ഭഗവാനെ. ദേവി, ഇപ്പോൾ നാം വന്നത് മറ്റൊരു കർത്തവ്യ നിർവഹണത്തിനാണ്. അതിനുശേഷം തീർച്ചയായും ഞാൻ ഭഗവതിയുടെ ഗൃഹം സന്ദർശിക്കും. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു.